അടുത്തായിട്ട് ശ്രീമാൻ കനേഷ് പുനൂരിനെ സംസാരിക്കുവാൻ. വലിയോറ ദേശം സൗഹൃദ സമിതിയുടെ ഈ പരിപാടിയുടെ സാരഥ്യം വഹിക്കുന്ന ബഹുമാന്യനായ നാസർ പുക്കയിൽ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ റഷീദ് പറങ്ങോടത്ത്, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ സഹൃദയരുടെ മനസ്സിലേക്ക് വലിയോറ എന്ന പ്രദേശത്തെ കൊണ്ടുവന്ന എഴുത്തുകാരൻ, സാഹിത്യകാരൻ വലിയോറ VP, വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളായ MK മുഹമ്മദ് അലി, K അലവിക്കുട്ടി, ഇവിടെയുള്ള ഏക വനിതാ പ്രതിനിധിയായ റംല ഹംസ, ആശംസ പ്രഭാഷണങ്ങൾ നടത്താൻ പോകുന്ന റിട്ടയർഡ് AEO മുഹമ്മദ് അലി മാസ്റ്റർ, പ്രധാനാധ്യാപകൻ തങ്ങൾ മാസ്റ്റർ, പ്രൊഫസർ AK അബ്ദുറഹിമാൻ, എൻ്റെ സുഹൃത്തും തൻ്റെ ക്യാമറ കണ്ണുകൊണ്ട് മധ്യപൗരസ്ത്യ ദേശത്തെ തൻ്റെ കാൽക്കീഴിലാക്കിയ എൻ്റെ മാന്യ സുഹൃത്ത് അബ്ബാസ് പനക്കൽ, മജീദ് മാസ്റ്റർ, MA അസീസ്, KT അലവിക്കുട്ടി, MK നസീർ, AK ഗഫൂർ, ചെല്ലി ബാവ, കുട്ടി മുഹമ്മദ്, ഇവിടെ പുസ്തക പരിചയം നടത്തിയ ഇസ്മായിൽ, എൻ്റെ മുന്നിലിരിക്കുന്ന വലിയോറയിലെ സുഹൃത്തുക്കളെ. കുറുക്കൻ, ചെല്ലി എന്നതൊക്കെ കുടുംബ പേരാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ നേരമാണ്. വ്രതം പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദിവസമാണിന്ന്. പുറത്ത് അത്യാവശ്യം ചൂടുണ്ട്. മഴക്കാലം വിടവാങ്ങുന്ന അവസരമാണെങ്കിലും അപ്പോൾ പുറത്തുള്ള ചൂടും എൻ്റെ പ്രസംഗത്തിൻ്റെ ചൂടും ഒരുമിച്ച് നിങ്ങൾ സഹിക്കുമോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ആമാശയം ഒഴിഞ്ഞിരിക്കുകയാണ്. ആമാശയം ഒഴിഞ്ഞിരിക്കുമ്പോൾ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരിക പ്രയാസമാണ്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഞാൻ സംസാരിക്കില്ല. കാരണം ഇവിടെ 13 ആശംസാ പ്രഭാഷകർ തന്നെ ഉണ്ട്. എങ്കിലും എൻ്റെ പ്രസംഗം നീണ്ടുപോകുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായും എനിക്ക് കുറിപ്പ് തരാവുന്നതാണ്. അങ്ങനെ സംഭവിക്കില്ല. കാരണം ചില പ്രസംഗകരുണ്ട് കുറിപ്പ് കൊടുക്കുമ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരാളുടെ ലാസ്റ്റ് ബസ് വരാൻ പോവുകയാണെന്ന് പ്രസംഗം നീണ്ടപ്പോൾ കുറിപ്പ് കൊടുത്തപ്പോൾ ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും കുറച്ചു കാലം വിദേശത്ത് ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വിദേശികളുടെ, അല്ലെങ്കിൽ നമ്മൾ പരദേശികളെന്നോ പ്രവാസികളെന്നോ പറയുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഭാഷ എനിക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കരിപ്പൂരിൽ നിന്ന് വിമാനം കയറുമ്പോൾ തന്നെ മനസ്സിൽ എരിയാൻ തുടങ്ങുന്ന ചിത അല്ലെങ്കിൽ തീപ്പൊരി ഒരുപക്ഷെ അവസാനിക്കുക അടുത്ത വെക്കേഷന് ഇങ്ങോട്ട് മടങ്ങിയെത്തുമ്പോഴാവും എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ, നിങ്ങൾ വലിയ പരിചയമില്ല, വളരെ കാലം മുമ്പ് യാമ്പുവിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തെ കണ്ടതിലുള്ള എൻ്റെ സന്തോഷം കൂടി അറിയിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് ഈ 11 മാസം ജോലിയും 1 മാസം വെക്കേഷനുമാണ്. എനിക്ക് അതിനെപ്പറ്റി മുമ്പേ തോന്നിയിട്ടുള്ളത് 11 മാസം ജീവിതത്തിൽ നിന്നുള്ള വെക്കേഷനും 1 മാസം ജീവിതവുമാണ് എന്നാണ്. പ്രവാസികളുടെ അവസ്ഥ അതാണ്. ഈ എയർ കണ്ടീഷണർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് തണുപ്പ് നൽകുന്ന ഉപകരണമാണ്. പക്ഷെ പ്രവാസികളുടെ അവസ്ഥയും അങ്ങനെയാണ്. പിന്നിലേക്ക്, പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മളിലേക്ക് ചൂട് വലിച്ചെടുത്ത് മറ്റുള്ളവർക്ക് തണുപ്പ് നൽകുന്ന ഒരു യന്ത്ര സംവിധാനമാണ് ഒരുപക്ഷെ പ്രവാസി എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മറ്റുള്ളവർക്കും ഈ ജീവിതത്തിൽ ചില അവകാശങ്ങളുണ്ടെന്നും നമ്മൾ പോലെ അവർക്ക് മോഹങ്ങളുണ്ടെന്നും മനസ്സിലാക്കുന്നതിൻ്റെ ഫലമാണ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുന്നത്. നമ്മുടെ നാട് വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയ കാലഘട്ടം പുതിയ പ്രശ്നങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങൾക്ക് നമ്മൾ വശംവദരായിരിക്കുന്നു. അവർ പറയുന്നതാണ് നമ്മൾ പലപ്പോഴും സത്യം. ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഈ ദൈവത്തിന്റെ പോലും ഇപ്പോൾ മുമ്പൊക്കെ ഓ ഗോഡ് എന്നായിരുന്നു പറയാറുള്ളത്. ഇപ്പോൾ ഓ ഗോൾഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടികളുടെ പരിശുദ്ധിയെപ്പറ്റി ചിന്തിക്കാറുണ്ടായിരുന്നു. ഇപ്പം 916 പൊന്നിന്റെ പരിശുദ്ധിയാണ് നമുക്ക് മുഖ്യം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപാട് പുതിയ പ്രവണതകൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില ചർച്ചകളൊക്കെ നടക്കും. വളരെ നിസ്സാരമായ കാര്യത്തെപ്പറ്റി വളരെ
ഗൗരവത്തിൽ ചർച്ച നടത്തും. എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലൂ തരുമോ എന്ന് ചോദിക്കും. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരു കുട്ടിയോട് നിന്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ക്ലൂ തരുമോ എന്ന് ചോദിച്ച സംഭവം. ഇതൊക്കെ തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല. അത് മാത്രമല്ല, നമ്മൾക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ മറ്റു ചിലതൊക്കെ ഫ്രീ ആയി കിട്ടണം. ഒരു ആനയെ വാങ്ങുമ്പോൾ ഒരു തീപ്പെട്ടി സൗജന്യമായി കിട്ടിയാൽ നമ്മളൊക്കെ സന്തോഷിക്കും. ഈയിടെ ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് ഒരു സ്ത്രീ ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജറോട് തർക്കിക്കുന്നത് കാണാനിടയായി. അവൾ വാങ്ങിയത് കോഴിക്കോട്ടുണ്ട് പാരിസൺ കമ്പനിയുടെ എഡിബിൾ ഓയിലിന്റെ പാക്കറ്റ്, എണ്ണയുടെ പാക്കറ്റായിരുന്നു. അപ്പോൾ അതിന്റെ പുറത്ത് എഴുതി എന്തോ ഫ്രീ ആയി കിട്ടാത്തതിനാണ് അവൾ തർക്കിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിന്റെ പുറത്ത് എഴുതിയത് കൊളസ്ട്രോൾ ഫ്രീ എന്നായിരുന്നു. ഇതൊക്കെ ചെറിയ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള ട്രെൻഡിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തവരാണ്. എന്നാൽ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഓരോ പാട്ടുകളാണ്. ദുബായിലുള്ള കൊച്ചേച്ചിക്കും കൊച്ചമ്മയ്ക്കും വേണ്ടി ഓരോ പാട്ടുകൾ. കാര്യങ്ങൾ വളരെ നിസ്സാരമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. ഹൈന്ദവ മതം നമ്മെ പഠിപ്പിച്ചത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകം മുഴുവൻ സന്തോഷകരമായിരിക്കാൻ ആഗ്രഹിക്കുന്ന തത്വശാസ്ത്രമാണത്. യേശു ക്രിസ്തുവും പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക.